അതിനൊരു ട്രിപ്പൊക്കെ ഇപ്പൊ എവിടെയുള്ള? ഞാൻ ന്യൂയോർക്കിലാണ്. ന്യൂയോർക്കിലെ. ഇനിയിപ്പോ എത്ര ദിവസം ഉണ്ട് ഷോ? ഷോ എല്ലാം കഴിഞ്ഞു. നമ്മുടെ കഴിഞ്ഞല്ലേ? ഞാൻ 3rd തിരിച്ചു വരും. ഓക്കെ ഓക്കെ ഓക്കെ. നാളെയാണ് നമ്മുടെ റിലീസ്. ഇവിടെ എവിടെയൊക്കെ ഉണ്ടാവും ആ സമയത്ത്? ഇന്ന് രാത്രിയാണ് യുഎസിലെ. എനിക്ക് തോന്നുന്നു അവിടുത്തെ സമയം ഇവിടുത്തെ 11:30 11:45 റിലീസ്. ഓക്കെ ഓക്കെ. അവിടെ കാണുന്നുണ്ടോ അതോ? കാണണം. കാണാനുള്ളൊരു പരിപാടി ഉണ്ട്, നോക്കാം. ഉച്ചയൊക്കെ കാണുന്നുണ്ടോ? ഞാൻ ചിലപ്പോ ദുബായിക്ക് പോകും രാവിലെ. അവിടെ ഒന്ന് കാണാൻ സാധ്യതയുണ്ട്. അവിടെ ഒരാള് ദുബായ് ചിലപ്പോ ഒരു കാണുന്നു, തിയേറ്റർ വിസിറ്റെങ്കിലും ഉണ്ടാവും. ഒരാള് ദുബായിൽ കാണുന്നു, ഒരാൾ യുഎസിൽ കാണുന്നു. ഇവിടെയൊക്കെ മലയാളികളുണ്ടല്ലോ. പിന്നെ ലോകം മുഴുവനില്ലേ. അപ്പൊ എല്ലാരും വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ് ആ സിനിമയ്ക്ക്. അതെ അതെ. കുറെ നാളത്തെ കഷ്ടപ്പാട് ഉത്ഥാനം ഒക്കെയാണ്. നടക്കുന്നു. എല്ലാരും ഒരുപാട് നാള് കഴിഞ്ഞ് വരുന്നൊരു സിനിമയല്ലേ നമ്മൾ ഒരുമിച്ച്. അതെ, തീർച്ചയായിട്ടും സിനിമ. ചാക്കോച്ചൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കണ്ടില്ല. വരുമായിരിക്കില്ല. പക്ഷേ ചാക്കോച്ചോ വരുന്നുണ്ടോ? ചാക്കോച്ചൻ വരാമെന്ന് പറഞ്ഞു. വലിയ എക്സ്പെക്ടേഷൻ ആണ് സിനിമ. അതെ, ആളുകളുടെ പ്രതീക്ഷകൾ. ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. പ്രതീക്ഷയുണ്ട്, എന്താണ് പ്രതീക്ഷിക്കുന്നറിയില്ല. അതാണ് ഏറ്റവും വലിയ ടെൻഷൻ. നമ്മുടെ ഉള്ളതല്ലേ നമുക്കുള്ളൂ. ഒരു വേറെ പലതൊക്കെ പ്രതീക്ഷിച്ചിരുന്നാൽ കുഴപ്പമായി പോകും. നമ്മുടെ ഉള്ളതിനെ പ്രതീക്ഷിക്കണേ. ഇത് മലയാള സിനിമയുടെ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആണ്. പിന്നെ ഇനി ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാവണമെങ്കിൽ ഈ സിനിമ നന്നായിട്ട് കളക്ഷൻ ആവണം. പ്രൊഡ്യൂസർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം, മടക്കെങ്കിലെങ്കിലും ലാഭം ചേർത്ത്, എന്നാലൊക്കെ ഉണ്ടാവും മലയാള സിനിമ. ഇതൊരു വലിയ ഉത്തരവാദിത്തം നമ്മളെക്കാൾ കൂടുതൽ പ്രേക്ഷകർക്കാ ഇതൊന്ന് വിജയിപ്പിച്ചെടുക്കാന്നുള്ളത്. ട്രെയിലറും കാര്യങ്ങളും ഒക്കെ കാണുമ്പോ അതൊരു എന്താണ്, നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയാവണമെന്നാണ്. അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടുക പണി. ദിസ് ഇസ് ഒരു ഗേറ്റ് ക്രാഷ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ വലിയ സിനിമകൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതിന്റെ ഒരു തെളിവും കൂടെ അല്ലേ ഇത്തരം സിനിമ? നമുക്കും പറ്റും. പക്ഷെ ഇനി അങ്ങോട്ട് തുടരണമെങ്കിൽ ഇതിന്റെ ഫലം അനുസരിച്ചിരിക്കും. പൊളിയുണ്ട്. നമ്മുടെ കണ്ടന്റ് വൈസും അതിന്റെ മേക്കിംഗ് വൈസും അത് മാത്രമല്ല, ഈ സിനിമ പറയുന്ന ഒരു ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സോഷ്യൽ ലൈഫിനെ, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ, നമ്മുടെ എല്ലാ തരത്തിലുള്ള ജീവിതത്തെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് നമുക്കെതിരായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കഥയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ. അവരെ സപ്പോർട്ട് ചെയ്യണതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് ഈ വെളിയിലുള്ള